അത് എത്ര നാൾ കഴിയുമ്പോൾ ആ യാത്ര പ്രതീക്ഷിക്കാം? ഇപ്പോൾ ഇന്നലത്തെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, സ്പേസ് എക്സിൻ്റെ ഒരു പരീക്ഷണം പരാജയപ്പെട്ടു, കടലിൽ താഴ്ന്നു പറഞ്ഞിട്ട്. 10 മാസം മുമ്പ് ബഹിരാകാശത്ത് പോയ സുനിത വില്യംസ് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ പോയ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് കാലമെടുത്തു. സ്പേസ് ടെക്നോളജി, മാൻഡ് സ്പേസ് വെഹിക്കിളുകൾ, അതിൻ്റെ യാത്ര എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പുതിയ ഇന്നോവേറ്റീവ് കൺസെപ്റ്റ് ആണെങ്കിൽ അതിനൊത്തിരി വെല്ലുവിളികളുണ്ട്. നമ്മുടെ ആളുകളുടെ ധാരണ, നമ്മളിപ്പോൾ ന്യൂയോർക്കിലേക്ക് പോകുന്നില്ലേ ആളുകൾ, എന്നാൽ പിന്നെ സ്പേസിലേക്ക് പോയിക്കൂടെ എന്നുള്ള മട്ടില്ല. ഇത് രണ്ടും ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ്. അതീവ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ബഹിരാകാശത്ത് ഇതുവരെ പോയിട്ടുള്ളത് തന്നെ ആകെപ്പാടെ 500 താഴെ ആളുകളെ ഉള്ളൂ എന്നൂടെ ചിന്തിക്കണം. അതിന് പുതിയൊരു സ്പേസ് ടൂറിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ പുതിയൊരു വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ വിമാനം പോലെ ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് വെഹിക്കിളാണ്. അതിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ, അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ ഓരോ ലക്ഷക്കണക്കിന് പാർട്സ് ചേർന്ന ബഹിരാകാശ വാഹനത്തിൻ്റെ ഓരോ പാർട്ട് മേലെ സുപ്രധാനമാണ്. അത് ഓരോന്നും ടെമ്പറേച്ചറിനെ എങ്ങനെ അതിജീവിക്കുന്നു, അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അത് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളുടെയും പരീക്ഷണങ്ങളും അതിൻ്റെ വിജയങ്ങളും നടന്ന് ടെസ്റ്റ് ഫ്ലൈറ്റ് എല്ലാം സക്സസ്ഫുള്ളായിട്ട് നടക്കുകയാണ്. ഇനി അവസാനമായിട്ട് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഫൈനൽ, ഇപ്പോൾ ഒരു വെഹിക്കിളാണ് റെഡി ആയിട്ടുള്ളത്, 3 വെഹിക്കിളിൻ്റെയും കൂടെ പണി നടന്നുകൊണ്ടിരിക്കുക. മീൻസ് അത് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു പ്രോട്ടോടൈപ്പ് ആയിരുന്നു, അത് സക്സസ്ഫുള്ളായിട്ട് ടേക്ക് ഓഫ് ചെയ്തു, ലാൻഡ് ചെയ്തു. ആദ്യത്തെ ഒരു ബാച്ച് 3 ബാച്ചുകൾ പോയിട്ട് വന്നു. മീൻസ് അത് ടെസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. അടുത്തത് ഇനി ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന ആ കൊമേഴ്ഷ്യലാകുന്ന ആദ്യ ദിവസം തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും, ഇതാ നമ്മൾ റെഡിയായിരിക്കുന്നു. എന്നെപ്പോലെ ഒരാൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്പേസിലേക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി നാളെ തന്നെ പോകാൻ റെഡിയാണ്. പോയിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് ഇച്ചിരി വൈകുന്നത്. ഇച്ചിരി വൈകോട്ടെ, കാരണം താങ്കളെ ഞങ്ങൾ നഷ്ടപ്പെടാനോ കുറേ കാലം കാണാതിരിക്കാനോ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരാൾ ചോദിച്ചു വിട്ടതാണ്. ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പോലെ. പക്ഷേ പൈസയില്ല. ഈ പൈസ ഇല്ലാതെ ഞാൻ യാത്ര ചെയ്യണമെന്ന് സ്വപ്നം കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? യാത്ര ചെയ്യാൻ പൈസ വേണ്ടേ? അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുക്കാം, എങ്ങനെ പൈസ ഉണ്ടാക്കാവുന്ന, എങ്ങനെ യാത്ര ചെയ്യാന്നുള്ള വഴിയല്ല പറഞ്ഞു കൊടുക്കാവുന്നത്, എങ്ങനെ പൈസ ഉണ്ടാക്കാവുന്ന. ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. സഫാരി ചാനലിൽ ആ യാത്ര എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെയുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന പരിപാടികളും കയ്യിൽ നിസ്സാര പൈസയുമായിട്ട് യാത്ര ചെയ്തവരുടെ കഥകളാണ്. ഒരു പൈസയില്ലാതെ ഹിച്ച് ഹൈക്കിങ് മാത്രം നടത്തി യാത്ര ചെയ്തവരുടെ കഥകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സൈക്കിളിൽ ചായ വിറ്റ് കാശ്മീർ വരെ പോയിട്ട് വന്ന പയ്യൻ്റെ കഥ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു ബൈക്കിൽ ഒറ്റയ്ക്ക് ചെറിയ പൈസ കൊണ്ട് ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ട് വന്ന കഥ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമല്ലാത്ത ഇന്ന് ഒരു കാര്യം ചെയ്യാം, അങ്ങേർക്ക് പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം വേമ്പറ, ലേബർ ഇന്ത്യയുടെ ഒരു ഏജൻസി ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഞാനൊരു ജോലി കൊടുക്കാം. അയാൾക്ക് ഡെയിലി ഒരു 100 രൂപ വെച്ച് ആ ശമ്പളത്തിൽ നിന്ന് ഞാനിങ്ങനെ പിടിക്കാം. ആ 100 രൂപ വെച്ച് പിടിച്ചാൽ ഒരു വർഷമാകുമ്പം ഡെയിലി ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ 365 ദിവസം കഴിയുമ്പോൾ 36,000 രൂപയാവും. 36,000 രൂപ കൊണ്ട് പോകാവുന്ന ഒരു 5 രാജ്യമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നേപ്പാളിൽ പോകാം, ശ്രീലങ്കയിൽ പോകാം. ചില സീസണിൽ നിങ്ങൾക്ക് ബജറ്റ് ട്രാവലും ബാക്ക് പാക്കർ ടൂറും ആണെങ്കിൽ നിങ്ങൾക്ക് തായ്ലൻഡിൽ പോയിട്ട് വരാം. പല രാജ്യങ്ങളും, ഭൂട്ടാനിൽ പോയിട്ട് വരാം. അപ്പോൾ ലക്ഷ്യത്തിലോട്ട് നമ്മൾ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രത്യേക മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. എനിക്ക് പൈസ ഇല്ലാത്തത് നാട്ടുകാരുടെ ആരുടെയും കുഴപ്പം കൊണ്ടാണോ? പൈസ ഉള്ളവർക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടായത്? ലോട്ടറി അടിച്ചിട്ടാണോ? ഇത് രണ്ടും അല്ലല്ലോ കുഴപ്പം. ബുദ്ധിപൂർവ്വം സ്വന്തം ജീവിതമല്ലേ, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഒരു 2 ദിവസം ജോലി ഒന്നും ചെയ്യാതെ വിശ്രമിച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്നൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് ഇരുന്ന്, എനിക്ക് ഇന്ന കഴിവുകളേ ഉള്ളൂ, അല്ലെ ഇന്ന കഴിവുകളുണ്ട്, എനിക്ക് ഇങ്ങനെ ചെയ്താൽ ദിവസം ഒരു 1,500 2,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. ദിവസം 2,000 രൂപ ഒരു ദിവസം ഉണ്ടാക്കാൻ ഇന്ന് അത്യാവശ്യം ഒരു പണി അറിയുന്ന ടൈൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരു പശ്ചിമ ബംഗാളുകാരന് പറ്റുന്ന പണിയാണ് കിട്ടുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ അയാളെക്കാൾ താഴെ എവിടെയാണ് ജീവിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. വലിയ IT കാരനാണ്.